പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കോളേജ് അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ക്ലാസിൽ തന്നെ പറഞ്ഞു തീർത്തതാണെന്ന് ക്ലാസ് ടീച്ചർ സമിത ഖാൻ 24-നോട് പറഞ്ഞു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തി. അമ്മു സജീവന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ABVP പ്രവർത്തകർ കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. കുട്ടികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൾ സലാം. രണ്ട് ചെറിയ ഇൻസിഡൻസ്, അവരുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് നഷ്ടപ്പെടുന്നതായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാസ് ടീച്ചർ വന്ന് പറയാറുണ്ടായിരുന്നു. ആരാന്നൊന്നും വ്യക്തമല്ല, നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ടൂറിന് പോകണമെന്നൊരു ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞു. ആത്മഹത്യ ചെയ്യത്തക്ക വിഷയങ്ങളൊന്നും കുട്ടികൾക്കിടയിൽ ഇല്ലെന്ന് ക്ലാസ് ടീച്ചർ സമിത ഖാൻ. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാകുന്നു. ആ ഇഷ്യൂ ആണെങ്കിൽ നമ്മൾ ആരെയും അതിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റേ കുട്ടികളാണെങ്കിലും അവരും ഇറങ്ങിപ്പോവല്ലേ, പ്രശ്നങ്ങളൊന്നും വേണ്ട എന്നുള്ള ധാരണയിൽ പോയി. പക്ഷെ നമ്മളത് വീട്ടുകാരോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും എല്ലാം പോകട്ടെ എന്നുള്ളത്. അപ്പോൾ അവർ അമ്മയെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കുകയും അവരതിൻ്റെ സൊല്യൂഷൻ പറയുകയും എല്ലാം നമ്മളത് അങ്ങനെ അങ്ങ് വിട്ടു. കാരണം ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ, നമുക്ക് ഒരു തെളിവില്ലാതെ നമുക്ക് ആരെയും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അമ്മുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തി. മരണം ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അമ്മുവിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസ് തീരുമാനം. 24 പത്തനംതിട്ട.